പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെക്കുറിച്ച് ചിന്തിക്കാം. ഗോഡ്സ് പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. 2 കൊരിന്ത്യർ 12:9 നാം ഇപ്രകാരം കാണുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ഷീണിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ ഏറ്റവും ബലഹീനമായ അവസ്ഥ, ദൈവശക്തി നമ്മിൽ വെളിപ്പെടുത്തുവാൻ ഒരു ഓപ്പർച്യൂണിറ്റിയായി, ഒരവസരമായി അത് മുഖാന്തരമാക്കി തീർക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കഴിവുകളേക്കാൾ അപ്പുറമായി നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ ക്ഷീണകരമായ അവസരങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രധാനമായ കഥാപാത്രമായി കാണുന്ന അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട ആ പ്രയാസവേളയെ ശരീരത്തിൽ ഉള്ള ജഡത്തിലുള്ള ശൂലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ പ്രത്യേക സാഹചര്യം. എന്നാൽ അവിടെ ആ ശൂലം മാറുവാനായിട്ട് ദൈവത്തോട് 3 പ്രാവശ്യം പൗലോസ് അപേക്ഷിച്ചു. എന്നാൽ ദൈവം കൊടുത്ത മറുപടി: എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഹല്ലേലൂയ! ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനുഷ്യമായ വീക്ക്നെസ്, മനുഷ്യമായ പരിമിതികൾ, മാനസികമായ പ്രയാസങ്ങൾ അതൊന്നും ഒരു തോൽവിയല്ല. എന്നാൽ അതൊക്കെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയായി, ഒരു ഉപാധിയായി, ഒരവസരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് രൂപാന്തരപ്പെടുത്തിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഈ ചിന്ത നമ്മളെ എൻകറേജ് ചെയ്യുന്ന, ബലപ്പെടുത്തുന്ന കാര്യം, ഹല്ലേലൂയ, മനുഷ്യൻ തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ അതിലുപരി കർത്താവിൻ്റെ കൃപയിൽ, ദൈവശക്തിയിൽ ആശ്രയിക്കുവാൻ, ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ടൈംസിൽ, പ്രയാസമേറിയ ഘട്ടത്തിൽ, തൻ്റെ ബലമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ, കർത്താവിൻ്റെ ശക്തി ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ! അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം കൂടുതൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഇടയായിത്തീരും. ദൈവശക്തി നമ്മളിലേക്ക് പകരപ്പെടേണ്ട ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് നമ്മൾ മറ്റെല്ലാം അപ്രസക്തമായിരിക്കുമ്പോൾ, ആ ദൈവശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ, ആ ദൈവഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ, ആ ദൈവശക്തിയുടെ പകർച്ച നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. അതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പല വിഷയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മോശയുടെ ജീവിതം വലിയൊരു എക്സാമ്പിളാണ്. തൻ്റെ വിക്കനായ മോശ തന്നെ കൊണ്ട് 2 വാക്ക് പറയുവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് മോശയെ ദൈവം വിളിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി. ആമേൻ. അതിന് ഏറ്റവും ആവശ്യമായത് സംസാരിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ മോശ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഐ ആം ദാറ്റ് ഐ ആം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ബലഹീനതകൾ കർത്താവിനൊരു വിഷയമല്ല, നമ്മുടെ പോരായ്മകൾ കർത്താവിനൊരു വിഷയമല്ല, നമ്മുടെ പ്രയാസങ്ങൾ കർത്താവിനൊരു വിഷയമല്ല. അടിയനിതാ, ഹിയർ ഐ ആം എന്ന് പറയുന്ന ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ഉപയോഗിക്കുവാനാണ് കർത്താവിന് ഇഷ്ടം. നമ്മുടെ ഡിസബിലിറ്റി, നമ്മുടെ പോരായ്മകളിൽ കൂടെ വെളിപ്പെടുന്ന ആ ദൈവശക്തി വെളിപ്പെടുത്തുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മോശയിൽ കൂടെ കർത്താവ് അത് ചെയ്യുവാനിടയായി. ഇസ്രായേൽ ജനത്തെ തന്നിൽ കൂടെ തന്നെ പുറപ്പെടുവിക്കുവാനിടയായി. ഹല്ലേലൂയ! അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ഒരുക്കപ്പെട്ട ദാവീദ്, ചെറിയ ദാവീദിൻ്റെ മുൻപിൽ വലിയ വെല്ലുവിളിയാണ് നിൽക്കുന്നത്. മല്ലനായ ഗോല്യാത്ത് മുൻപിൽ നിൽക്കുമ്പോൾ ചെറിയ ദാവീദ് അവിടെ നിൽക്കുന്നു, വളരെ ധൈര്യത്തോടെ നിൽക്കുന്നു. ഹല്ലേലൂയ! സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു. ആൾ വളരെ ചെറുതാണ്, അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല.
എന്നാൽ അവിടെ അവനുപയോഗിക്കുവാനുള്ളത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു. പ്രിയ ദൈവം, ഇതിലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, ക്ഷീണവേളകളിൽ, ബലഹീന വേളകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. നമ്മളിലെ ഏതെങ്കിലും പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളിലേക്ക് ആ ദൈവശക്തിയുടെ തികവ് പകരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ അതിനായിട്ട് നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രയാസങ്ങൾ ക്ഷീണിച്ചു പോകുവാനല്ല, നമ്മളെ അലട്ടുന്ന വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിൽ തളർന്നു പോകുവാനില്ല, അതിൽ കൂടെ നമ്മളിലേക്ക് പകരപ്പെടുന്ന അത്യന്തമായ ഒരു ശക്തിയുണ്ട്, തികഞ്ഞു വരുന്ന ദൈവശക്തി. അതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. ക്ഷീണിച്ചു പോകാതെ കർത്താവിൻ്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.